മലയാള മാധ്യമങ്ങൾ കുറേ ദിവസങ്ങളായി കാണാതെ പോകുന്ന ജനം TV തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയിലേക്ക് ഇന്നത്തെ കമൻസിലും ഉണ്ടായിരുന്നു. രാജൻ ചെങ്ങാട്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ വാർത്ത കൊണ്ടുവന്നതിന് നമുക്ക് അഭിനന്ദനം ഇന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. എന്തായാലും വാർത്ത എല്ലാവർക്കും ഈ പറഞ്ഞപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർത്തിയ സംഭവം. എന്തായാലും ഇതിൽ കേന്ദ്ര സർക്കാർ നടപടി ശക്തമാക്കുകയാണ്. നെയ്യ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലുള്ള AR ഡയറി ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനോടകം പരിശോധനയും നടത്തി കഴിഞ്ഞു. എന്നാൽ ഇവരുടെ ഒരു ക്ലെയിം എന്ന് വെച്ചാൽ തങ്ങൾ ഗുണനിലവാരമുള്ള നെയ്യാണ് വിതരണം ചെയ്യുന്നതെന്നാണ്. മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് ഈ നെയ്യ് വിതരണം ചെയ്തു എന്നാണ്. ശരി, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഇന്ന് S നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഊർജിതമാക്കുന്നുണ്ട്, കടുപ്പിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി JP നദ്ദ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ റിപ്പോർട്ടുകൾ ഉടൻ നൽകണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവിനോട് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറി എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഈ നെയ്യ് വിതരണം ചെയ്ത കമ്പനിയിലുണ്ടായത്. ഇവരുടെ തമിഴ്നാട്ടിലെ ഡിണ്ടിഗലുള്ള ഈ ഗോഡൌണിലും അതേപോലെ തന്നെ നിർമ്മാണശാലയിലുമാണ് പരിശോധന നടത്തിയത്. ഏതാണ്ട് 6 മണിക്കൂറിലധികം ഈ പരിശോധന നീണ്ടിരുന്നു. മാത്രമല്ല അവിടെ നിന്നും പല സാമ്പിളുകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകൾ വീണ്ടും ഗുജറാത്തിലെ ലാബിൽ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ലാബിൽ പരിശോധിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവർ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഈ നെയ്യ് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും അവിടുന്ന് ഇവർ കണ്ടെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ മീനെണ്ണയടക്കമുള്ള ഈ മീനെണ്ണയും അതേപോലെ തന്നെ കൊഴുപ്പ് അടക്കമുള്ളവ കലർത്തി നെയ്യ് വിൽപ്പന ചെയ്തത് അത് ഈ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് മാത്രമാണോ, അതല്ലെങ്കിൽ അവർ പൊതുവിപണിയിലേക്ക് ഇത്തരം സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലേക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ സമാനമായി ഇത്തരം നെയ്യ് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും ദേശീയ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി രംഗത്തുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തടക്കം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. YSR കോൺഗ്രസിന്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിക്ക് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത് നടപടി വേണമെന്നുള്ളതാണ് പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ചന്ദ്രബാബു നായിഡു സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ട സാഹചര്യമാണ് ചന്ദ്രബാബു നായിഡു അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അന്വേഷണം പൂർണ്ണമായ ശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അതേസമയം ഈ ഒരു വിഷയം കോടതിയിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സുപ്രീം കോടതിയിൽ ഈ വിഷയം പരിഗണിക്കണം എന്നുള്ള രീതിയിലുള്ള ഹർജികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഏതായാലും നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒപ്പം ചന്ദ്രബാബു നായിഡു സർക്കാരും ഇതിന്മേലുള്ള നടപടികൾ കർശനമാക്കി. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഈ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന നെയ്യ് അടക്കമുള്ള മറ്റു വസ്തുക്കൾ, ലഡു നിർമ്മിക്കുവാനുള്ള മുഴുവൻ വസ്തുക്കളും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് അവിടെ ഈ പാചകത്തിനായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല ക്ഷേത്രത്തിലേക്ക് വേണ്ട മറ്റ് പൂജാദ്രവ്യങ്ങൾ അടക്കമുള്ളവയുടെ ഗുണനിലവാരം കൃത്യമായി പരിശോധിക്കുവാനും ചന്ദ്രബാബു നായിഡു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രത്യേക ലാബ് അടക്കം പുതുതായി സജ്ജീകരിക്കുമെന്ന് അവിടെ തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. ഇത് കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്തതല്ല, മറിച്ച് ഈ ഹൈന്ദവ സംസ്കാരത്തോടുള്ള വെല്ലുവിളിയും അതിനെ തകർക്കുവാനുള്ള ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു നീചപ്രവൃത്തി എന്ന നിലയിലാണ് ഹൈന്ദവ സംഘടനകൾ ഇതിനെ കാണുന്നത്. BJPയും ഇതിന്മേൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്.